നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് വിട്ട് UAE പിന്മാറ്റം എണ്ണ വിപണിയിലെ പ്രതിസന്ധിക്കിടെ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ. ലക്ഷ്യം സ്വതന്ത്ര ഉൽപാദനമെന്ന UAE. പശ്ചിമേഷ്യയിൽ സമാധാന നീക്കം പാളുന്നു. ഇറാന്റെ നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. സൗദിയിൽ അടിയന്തര യോഗം ചേർന്ന് GCC നേതാക്കൾ. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ്. നിയന്ത്രണം വൈകിട്ട് 6-നും 12-നും ഇടയിൽ. തീരുമാനം KSEB ഉന്നതതല യോഗത്തിൽ. പീക്ക് അവറിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ നിർദ്ദേശം. മഴ പെയ്താൽ നിയന്ത്രണം കുറയ്ക്കുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ചൂടിനാശ്വാസമായി പലയിടത്തും ശക്തമായ വേനൽ മഴ. ചെങ്ങന്നൂരിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. കൊല്ലം ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിൽ എണ്ണപ്പന വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താലിൽ വലഞ്ഞ് ജനം. പലയിടത്തും വാക്കേറ്റവും സംഘർഷവും. വാഹനങ്ങൾ തടഞ്ഞു, കടകൾ അടപ്പിച്ചു. ഹർത്താലിനെതിരെ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. പോലീസ് എന്ത് നടപടി സ്വീകരിച്ചെന്ന് DGP വിശദീകരണം നൽകാൻ നിർദ്ദേശം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തുടരുന്നു. എറണാകുളം DCC ആസ്ഥാനത്തിന് മുന്നിൽ VD സതീഷിനെതിരെ കോൺഗ്രസ് ഫാമിലി എന്ന പേരിൽ ഫ്ലക്സ്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളെ താറടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള മോഹം നടക്കില്ലെന്ന് ഫ്ലക്സിൽ. VD അനുകൂലിച്ച് മലപ്പുറത്ത് വീണ്ടും ഫ്ലക്സ് ബോർഡ്. ചെന്നിത്തലയ്ക്കായി പത്രത്തിൽ പരസ്യം നൽകിയ DCC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിനോട് വിശദീകരണം തേടി KPCC. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. ആദ്യപാദ സെമിയിൽ PSG ബയൺ മ്യൂണിക്കിനെ നേരിടും. മത്സരം രാത്രി 12:30 മുതൽ. എണ്ണ ഉൽപാദക കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് പിന്മാറാൻ UAE തീരുമാനിച്ചു. മേഖലയിലെ സംഘർഷത്തെ തുടർന്നുണ്ടായ ഹോർമുസ് പ്രതിസന്ധിയുടെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ സ്വതന്ത്രമായ ഉൽപാദനവും ഒപ്പം കയറ്റുമതിയും ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മയിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് UAE വ്യക്തമാക്കി. മെയ് 1 മുതൽ ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും വിട്ടുനിൽക്കാനാണ് തീരുമാനം. വിയന്നയിൽ ഒപെക് യോഗം നടക്കാനിരിക്കെയാണ് എണ്ണ ഉൽപാദക കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നുള്ള UAEയുടെ പിന്മാറ്റം. എണ്ണ ഉൽപാദന വിതരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച രാജ്യം എന്ന നിലയിൽ കൂടുതൽ സ്വതന്ത്രമായ ഉൽപാദനവും കയറ്റുമതിയും ആവശ്യമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് UAEയുടെ തീരുമാനം. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലും അറേബ്യൻ ഗൾഫിലും എണ്ണ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. എണ്ണ ഉൽപാദന മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനാണ് ഒപെക് വിടുന്നതെന്ന് UAEയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എണ്ണ ഉൽപാദനത്തിന്റെ 80% കൈയാളുന്ന കൂട്ടായ്മയാണ് ഒപെക്. 13 രാജ്യങ്ങളാണ് ഒപെക് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത്. ഇറാനും ഒപെക് കൂട്ടായ്മയുടെ ഭാഗമാണ്. 2 വർഷം മുമ്പ് അങ്കോള ഒപെക്കിൽ നിന്നും പുറത്തുപോയിരുന്നു. UAE കൂടി പിൻവാങ്ങുന്നതോടെ അംഗരാജ്യങ്ങളുടെ എണ്ണം 11 ചുരുങ്ങും. ആഗോളതലത്തിൽ എണ്ണ വിലയെയും ഉൽപാദനത്തെയും നിയന്ത്രിക്കാനുള്ള ഒപെക്കിന്റെ സ്വാധീനത്തെ UAEയുടെ പിന്മാറ്റം ബാധിച്ചേക്കാമെന്ന വിലയിരുത്തലുണ്ട്. ഒപെക്കിൽ നിന്ന് പുറത്തുപോയാലും എണ്ണ ഉൽപാദന മേഖലയുടെ സ്ഥിരത ഉറപ്പാക്കാൻ സഹകരിക്കുമെന്ന് UAE അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ അസാധാരണ കൂടിയാലോചന ഉച്ചകോടി ചൊവ്വാഴ്ച ജിദ്ദയിൽ നടന്നു. ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളിലെ നേതാക്കളും പ്രതിനിധി സംഘ തലവന്മാരുമാണ് ഇന്ന് നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തത്. മേഖലയിലെ നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവ വികാസങ്ങളും അവ പരിഹരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങളും ഉച്ചകോടി ചർച്ച ചെയ്തു. മേഖലയിലെ പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ചർച്ചകൾക്ക് വഴി തുറക്കുന്നതിനുമായി അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥത ഉൾപ്പെടെയുള്ള നയതന്ത്ര നീക്കങ്ങൾ ഉച്ചകോടി വിലയിരുത്തി. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യവും സംയുക്ത ഏകോപനം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും നേതാക്കൾ എടുത്തു പറഞ്ഞു. ഇത് കൂട്ടായ സുരക്ഷാ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും സഹായിക്കുമെന്ന് ഉച്ചകോടി വിലയിരുത്തി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ ഹമദ് അൽ സബാഹ്, UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ള രാജകുമാരനും യോഗത്തിൽ പങ്കെടുത്തു.
പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി രേഖപ്പെടുത്തി. ആണവ വിഷയങ്ങളിൽ വ്യക്തമായ ധാരണയില്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് വൈറ്റ് ഹൌസ്. ഇതിനിടെ ഇരു രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ റഷ്യൻ ശതകോടീശ്വരന്റെ ആഡംബര കപ്പൽ കടന്നുപോയത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. 2 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുതിയ തർക്കങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ ഘട്ടം ഘട്ടമായുള്ള സമാധാനമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രമേ നടത്തൂവെന്ന ഇറാന്റെ നിലപാടാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആണവ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് വാഷിംഗ്ടണിന്റെ ആവശ്യം. ആണവായുധങ്ങൾ കൈവശം വെക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തെ തുടർന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രതിദിനം 140 കപ്പലുകൾ വരെ കടന്നുപോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കഷ്ടിച്ച് 7 കപ്പലുകൾ മാത്രമാണ് പോകുന്നത്. ഈ സംഘർഷാവസ്ഥയ്ക്കിടയിലാണ് റഷ്യൻ ശതകോടീശ്വരൻ അലക്സി മൊർദാഷോവിന്റെ നോഡ് എന്ന ആഡംബര കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നത്. ഉപരോധങ്ങൾ നിലനിൽക്കെ ഇറാനും അമേരിക്കയും ഈ കപ്പലിന് യാത്രാനുമതി നൽകിയെന്നത് ശ്രദ്ധേയമാണ്. റഷ്യയുമായുള്ള ഇറാന്റെ അടുത്ത ബന്ധവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. മാധ്യമങ്ങളിലൂടെ സമാധാന ചർച്ചകൾക്ക് താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയ വൈറ്റ് ഹൌസ് തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിച്ചു. ചർച്ചകൾ വേണമെങ്കിൽ ഇറാൻ നേരിട്ട് ബന്ധപ്പെടട്ടെ എന്ന നിലപാടിലാണ് ട്രംപ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 3 ഘട്ടങ്ങളിലായി പുനരാരംഭിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. നിലവിൽ ആദ്യഘട്ടത്തിൽ 10% ശേഷിയിലാണ് പ്രവർത്തിക്കുന്നത്. 2ാം ഘട്ട പ്രവർത്തനം ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്ന് ഏവിയേഷൻ അധികൃതർ അറിയിച്ചതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ കുവൈറ്റ് എയർവേസ്, ജസീറ എയർവേസ് എന്നീ 2 കമ്പനികൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അതേസമയം വിമാന സർവീസ് റദ്ദാക്കിയതിനെ തുടർന്നുള്ള ടിക്കറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലൈസൻസ് ഉള്ള പ്രാദേശിക ട്രാവൽ ഏജൻസികളും വിമാന കമ്പനികളും പൂർണ്ണമായും റീഫണ്ട് നൽകാൻ ബാധ്യസ്ഥരാണെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനത്ത് ഇനി അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തും. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്താണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. KSEB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കൊടും ചൂടിൽ നിന്ന് രക്ഷ തേടി മലയാളികൾ AC അടക്കമുള്ള ഉപകരണങ്ങളെ അമിതമായി ആശ്രയിക്കാൻ തുടങ്ങിയതോടെയാണ് വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയത്. ഇതോടെ അപ്രതീക്ഷിത പവർ കട്ട് തുടർക്കഥയായി. അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ KSEB ഉന്നതതല യോഗത്തിൽ തീരുമാനമായത്. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കാലാവസ്ഥ ചതിച്ചതാണ് ലോഡ് ഷെഡിങ്ങിന് കാരണമെന്നാണ് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും AC-യുടെ ഉപയോഗവും പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ ഇൻഡക്ഷൻ പാചകത്തെ ആശ്രയിച്ചതുമാണ് വൈദ്യുതി ആവശ്യകത കുത്തനെ കൂടാൻ കാരണമായതെന്നാണ് യോഗത്തിലെ വിലയിരുത്തൽ. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ ഉപയോഗം കുറച്ച് പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കുമെന്നും KSEB വിലയിരുത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളുടെ സഹകരണം KSEB അഭ്യർത്ഥിച്ചു. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ രാത്രി 12 മണി വരെ പൂർണ്ണമായി ഒഴിവാക്കി പകൽ സമയത്തേക്ക് ക്രമീകരിക്കണം. നിലവിലെ സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ AC-യുടെ താപനില 24-26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താൻ ശ്രദ്ധിക്കണം. ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗവും പരമാവധി ഒഴിവാക്കണം. വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹീറ്റർ, അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗവും ഈ സമയത്ത് ഒഴിവാക്കണം. അത്യാവശ്യമില്ലാത്ത ലൈറ്റുകൾ അണയ്ക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് KSEB മുന്നോട്ട് വയ്ക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്നാൽ ലോഡ് ഷെഡിംഗ് അല്ല, വൈദ്യുതി നിയന്ത്രണമാണുള്ളതെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. വൈദ്യുതി ഉപഭോഗം കൂടുന്ന മേഖലകളിലായിരിക്കും നിയന്ത്രണം. ഉപഭോഗം കൂടുമ്പോൾ ഡ്രിപ്പാകും. അത് 10 മിനിറ്റ് വരെ ആയിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രണം ലഘൂകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്ന് നല്ല മഴ ലഭിച്ചു. അതുകൊണ്ട് ഇളവ് ഇന്നുണ്ടാകും. ഉഷ്ണതരംഗവും ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധി വർദ്ധിപ്പിച്ചുവെന്നും K. കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു. ചെറിയ നിയന്ത്രണം വരുന്നേ മാത്രമേ. എന്നാലും 250 മെഗാവാട്ട് പർച്ചേസിൽ കിട്ടുകയും ചെയ്തു കേട്ടോ. ഓവറായിട്ട് വരുന്നവിടെ മാത്രമേ നിയന്ത്രണം വരുള്ളൂ. ഇപ്പോൾ 10 ലൈറ്റിനുള്ള ഇത് ചെയ്തിട്ടുണ്ടെന്ന് വയ്ക്കുക, അത് 20 ലൈറ്റ് എത്തിയാലോ അപ്പോൾ ഓവറാവില്ലേ, ഇപ്പോൾ ഡ്രിപ്പാവും. കേരളത്തിൽ വൈദ്യുതി മുടക്കവും അതേ തുടർന്നുള്ള വിവാദങ്ങളും കത്തിക്കയറുമ്പോൾ UAE-യിൽ നിന്നൊരു വാർത്തയുണ്ട്. ദുബായിൽ പൊതുജനങ്ങൾക്ക് കഴിഞ്ഞ വർഷം ആകെ വൈദ്യുതി മുടങ്ങിയത് 1 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ്. ശരാശരി 49 സെക്കൻഡ് സമയം മാത്രമാണ് കഴിഞ്ഞ വർഷം ദുബായിൽ വൈദ്യുതി വിതരണത്തിൽ തടസ്സമുണ്ടായത്.
വൈദ്യുതി വിതരണ മേഖലയിൽ ലോക റെക്കോർഡ് സൃഷ്ടിച്ച് മുന്നേറുകയാണ് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. മലയാളികളടക്കം ദുബായിൽ താമസിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷം ആകെ വൈദ്യുതി മുടങ്ങിയത് 0.82 മിനിറ്റ് അഥവാ കേവലം 49 സെക്കൻഡ് മാത്രം. 2024 വൈദ്യുതി മുടക്കം 0.94 മിനിറ്റ് മാത്രമെന്ന ലോക റെക്കോർഡാണ് കഴിഞ്ഞ വർഷം പഴങ്കഥയായത്. ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങളും നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിയാണ് മികച്ച സേവനം ദീവ ഉറപ്പാക്കുന്നത്. 2035 വരെ 7 ബില്യൺ ദിർഹം മുതൽ മുടക്ക് വരുന്ന ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ സ്മാർട്ട് ഗ്രിഡ് പദ്ധതിയാണ് ഈ നേട്ടത്തിന് പിന്നിൽ. വൈദ്യുതി വിതരണ നഷ്ടം കുറയ്ക്കുന്ന സ്മാർട്ട് ഗ്രിഡ് പദ്ധതി പൂർണ്ണമായും മനുഷ്യ ഇടപെടലുകൾ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. 2012 ദുബായിലെ വൈദ്യുതി മുടക്കം ശരാശരി 6.18 മിനിറ്റ് ആയിരുന്നു. അവിടെ നിന്നുമാണ് 49 സെക്കൻഡ് മാത്രം വൈദ്യുതി മുടക്കമെന്ന നിലയിലേക്കുള്ള ദുബായിയുടെ കഴിഞ്ഞ വർഷത്തെ ശ്രദ്ധേയ നേട്ടം. അമൃത ന്യൂസ്, ദുബായ്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നീതി തേടി ദളിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ തെക്കൻ കേരളത്തിൽ ഭാഗികം. പത്തനംതിട്ട ജില്ലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നുവെങ്കിലും കൊല്ലത്ത് ഗ്രാമപ്രദേശങ്ങളെ മാത്രമാണ് ബാധിച്ചത്. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞതും കടകൾ അടപ്പിച്ചതും സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. എന്നാൽ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഹർത്താൽ കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, രൂപം മാറും, ഭാവം മാറും. ജയ് 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 ഭീം. നിതിൻ രാജിന്റെ മരണത്തിൽ നീതി തേടി ദളിത് സംഘടനകൾ തെരുവിലിറങ്ങിയതോടെ പത്തനംതിട്ട ജില്ലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. പത്തനംതിട്ടയിലെ വിവിധ KSRTC ഡിപ്പോകളിൽ നിന്ന് പുലർച്ചെ സർവീസുകൾ ആരംഭിച്ചെങ്കിലും സമരക്കാർ വാഹനങ്ങൾ തടഞ്ഞതോടെ സർവീസുകൾ സ്തംഭിച്ചു. KSRTC സ്റ്റാൻഡിന് മുന്നിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അടൂരിലും റാന്നിയിലും വാഹനങ്ങൾ വ്യാപകമായി തടഞ്ഞു. അടൂർ സെൻട്രൽ ജംഗ്ഷനിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയ സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. യാത്രാക്ലേശവും ഹർത്താലും സാധാരണക്കാരെയും വലച്ചു. ബാംഗ്ലൂരിൽ നിന്നും പത്തനംതിട്ടയിലെത്തിയ റിൻസി എന്ന യുവതി കൈക്കുഞ്ഞുമായി പ്രതിഷേധിച്ചത് ഹർത്താലിന്റെ ദുരിത കാഴ്ചയായി. കുട്ടിക്ക് ഭക്ഷണം പോലും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് യുവതി സമരക്കാർക്കെതിരെ രംഗത്തെത്തിയത്. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ കണ്ടോ? ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാർ വീട്ടിലായിരുന്നു അവന്മാർ ചെയ്തനെ. അവന്മാർ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? തിരുവല്ലയിൽ ക്യാൻസർ രോഗിയുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയ വാഹനവും മരുന്നുമായി വന്ന വാഹനവും സമരക്കാർ തടഞ്ഞത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. കൊല്ലം ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കടകൾ അടഞ്ഞുകിടന്നു. കുണ്ട്ര മുളവനയിൽ സ്വകാര്യ വാഹനങ്ങളും ബസ്സുകളും തടഞ്ഞത് പോലീസും സമരക്കാരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായി. കൊട്ടാരക്കരയിൽ MC റോഡ് ഉപരോധിച്ച സമരക്കാർ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചു. കാരാളിമുക്കിൽ SSLC മൂല്യനിർണ്ണയത്തിന് പോയ അധ്യാപകരുടെ വാഹനവും സമരക്കാർ തടഞ്ഞു. അതേസമയം തിരുവനന്തപുരം നഗരത്തെ ഹർത്താൽ ബാധിച്ചില്ല. ഗതാഗതവും കടകമ്പോളങ്ങളും സാധാരണ നിലയിലായിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഹർത്താൽ മധ്യകേരളത്തിൽ പൊതുവെ സമാധാനപരമായിരുന്നു. വാഹനങ്ങൾ തടഞ്ഞതോടെ പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. കടകൾ തുറക്കുമെന്ന് സംഘടനകൾ അറിയിച്ചെങ്കിലും കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കടകൾ അടഞ്ഞുതന്നെ കിടന്നു. ഹർത്താലിനെ തുടർന്ന് മലബാറിൽ ചിലയിടങ്ങളിൽ വാഹനം തടയൽ ഉൾപ്പെടെ ഉണ്ടായി. ഹർത്താൽ അനുകൂലികൾ രാവിലെ വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. നിയമവിരുദ്ധ ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ച സംഭവങ്ങളിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചെന്ന് DGP വിശദീകരിക്കണം. ഹർത്താൽ ആഹ്വാനം ചെയ്ത് ജനജീവിതം സ്തംഭിപ്പിച്ചവർക്കെതിരെ സർക്കാർ എന്ത് നടപടിയെടുത്തു എന്ന് പരിശോധിക്കുവാനാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. 29ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നും 100-ലധികം പേർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പൊതുമുതലോ സ്വകാര്യ മുതലോ നശിപ്പിച്ചിട്ടുണ്ടോ എന്നും ജനങ്ങൾക്ക് എത്രമാത്രം അസൗകര്യം ഉണ്ടാക്കിയെന്നും പരിശോധിക്കുവാനാണ് കോടതി സ്വമേധയാ കേസെടുത്ത് റിപ്പോർട്ട് തേടിയത്. ഹർത്താൽ ആഹ്വാനം ചെയ്ത് ജനജീവിതം സ്തംഭിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മുൻപുള്ള ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട്. ഹർത്താൽ അതിക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോടതി ലക്ഷ്യത്തിന്റെ പരിഗണനയിൽ വരും. അമൃത ന്യൂസ്, കൊച്ചി. പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരെ കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ. PR വർക്കിന്റെ ബലത്തിൽ മുതിർന്ന നേതാക്കളെ താറടിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ മോഹം വിലപ്പോകില്ലെന്നുമാണ് വിമർശനം. കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം സതീശനെ അനുകൂലിച്ച് മലപ്പുറത്ത് വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. UDF അധികാരത്തിൽ വന്നാൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ പോസ്റ്റർ യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്.
പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് DCC ഓഫീസിന് മുൻപിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. VD സതീശൻ PR പണി അവസാനിപ്പിക്കണമെന്നാണ് ഫ്ലെക്സിലെ പരാമർശം. PR വർക്കിന്റെ ബലത്തിൽ മുതിർന്ന നേതാക്കളെ താറടിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയാകാനുള്ള സതീശിന്റെ മോഹം വിലപ്പോകില്ലെന്നുമാണ് വിമർശനം. DCC ഓഫീസിന്റെ എതിർവശത്തായാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ചില കോൺഗ്രസ് പ്രവർത്തകർ എത്തി ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. കളമശ്ശേരി HMT ജംഗ്ഷനു സമീപവും ഇതേ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സംഭവത്തിൽ DCC പ്രസിഡന്റോ മറ്റു ഭാരവാഹികളോ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതേസമയം മലപ്പുറത്ത് VD സതീശിനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശിന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിട്ടുള്ളത്. തവനൂർ മണ്ഡലത്തിലെ തൃപ്രങ്ങോട്ട് പെരിന്തലൂർ ഭാഗത്താണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ തവനൂർ പാറപ്പുറത്തും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്നു അതിനു പിന്നിൽ. എന്നാൽ ഫ്ലെക്സിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും അനുകൂല ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച നേതാവല്ല താനെന്ന് രമേശ് ചെന്നിത്തല പരാമർശിച്ചിരുന്നു. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയവരെ അനുകൂലിച്ച് മുതിർന്ന നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതോടെ വിഷയത്തിൽ KPCCയും ഇടപെട്ടു. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പാടില്ലെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊക്കെ മറികടന്നാണ് ഇപ്പോൾ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന പരസ്യ ഫീച്ചറിൽ DCC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിന് KPCCയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. ഫോക്കസ് ഫീച്ചറായി മുഴുവൻ പേജ് പരസ്യം നൽകിയത് പാർട്ടി നിലപാടിന് വിരുദ്ധമെന്നാണ് വിലയിരുത്തൽ. പ്രജിൻ ബാബുവിൻ്റേത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് KPCC വിലയിരുത്തി. പണം നൽകിയുള്ള ഫീച്ചറല്ലെന്നും പാർട്ടിക്ക് വിശദീകരണം നൽകുമെന്നും പ്രജിൻ ബാബു പറഞ്ഞു. കുവൈറ്റ് തീരങ്ങളിൽ മീൻപിടുത്ത ബോട്ടുകൾക്കും വിനോദ ബോട്ടുകൾക്കും പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യാനുള്ള അനുമതി നിലവിൽ വന്നതോടെ കടൽ തീരങ്ങൾ സജീവമായി. നിയന്ത്രണങ്ങൾ നീക്കി തുടങ്ങിയതിനെ തുടർന്ന് നിരവധി ബോട്ടുകളാണ് കടലിലേക്ക് നീങ്ങിയത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ബോട്ടുകൾക്ക് യാത്രാനുമതിയുള്ളത്. നിർദ്ദിഷ്ടമായ മാരിടൈം മാപ്പ് അനുസരിച്ചുള്ള മേഖലകളിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കടലിൽ കോസ്റ്റ് ഗാർഡ് പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പകൽ യാത്ര അനുവദിച്ചത് മീൻപിടുത്തക്കാർക്കും കടൽ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും വലിയ ആശ്വാസമായി. കുവൈറ്റിലെ ചില പള്ളികളിൽ വിതരണം ചെയ്യുന്ന ടിഷ്യൂ ബോക്സുകളിൽ ദേശീയ പതാക ചിഹ്നം പ്രിന്റ് ചെയ്തതിനെതിരെ പ്രതിഷേധവുമായി വിശ്വാസികൾ. ദേശീയ പതാകയുടെ മഹത്വവും പ്രതീകാത്മക സ്ഥാനവും സംരക്ഷിക്കുന്നതിനായി ഇത് ഉടൻ നിർത്തിവെക്കണമെന്ന് വിശ്വാസികൾ ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. ഉപയോഗശേഷം ഇത്തരം ബോക്സുകൾ മാലിന്യ കൂമ്പാരങ്ങളിലേക്കാണ് വലിച്ചെറിയപ്പെടുന്നത്. ഇത് ദേശീയ പതാകയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വിശ്വാസികൾ ആശങ്ക പ്രകടിപ്പിച്ചു. ദേശീയ പതാകയെ വ്യാപാര ആവശ്യങ്ങൾക്കോ അനാചാരപരമായ രീതിയിലോ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇത്തരം പ്രവണതകൾ പതാകയുടെ ഗൗരവം കുറയ്ക്കുന്നതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ പ്രത്യേക അതിഥികളായി ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ പണ്ഡിതരായ കുഞ്ഞി മുഹമ്മദ് പറപ്പൂരും ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് കീഴ്ശേരിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾക്കായി സൗദി സർക്കാർ നടപ്പിലാക്കുന്ന ഗസ്റ്റ് ഓഫ് കസ്റ്റോഡിയൻ ഓഫ് ദ ടു ഹോളി മോസ്ക് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ആദരം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ. പുളിക്കൽ മദീനത്തുൽ ഉലുമിൽ നിന്ന് പ്രൊഫസറായി വിരമിച്ച ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് മഞ്ചേരി ETCS കോളേജ് പ്രിൻസിപ്പളായി സേവനം ചെയ്തു വരുന്നു. മലബാർ മേഖലയിൽ ആദ്യമായി ഒരു റിസർച്ച് സെന്റർ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സേവനം വലുതാണ്. കേരളത്തിൽ നിന്നുള്ള അതിഥികൾ മെയ് 18 വിശുദ്ധ ഭൂമിയിലേക്ക് തിരിക്കും. 17 ഡൽഹിയിലെ സൗദി എംബസിയിൽ യാത്രയയപ്പ് ഉണ്ടായിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി സൗദി അറേബ്യയ്ക്കുള്ളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സേവനം നൽകാൻ 73 ആഭ്യന്തര കമ്പനികൾക്ക് ഹജ്ജ് ഉംറ മന്ത്രാലയം അനുമതി നൽകി. തീർത്ഥാടകർ മികച്ച സേവനം ഉറപ്പാക്കുന്നതിനും അവരുടെ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് ഈ കമ്പനികളെ തെരഞ്ഞെടുത്തത്. താമസം, യാത്ര, ഭക്ഷണം, മറ്റ് അനുബന്ധ സേവനങ്ങൾ എന്നിവ നൽകാനുള്ള കമ്പനികളുടെ സന്നദ്ധതയും മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള ഉയർന്ന നിലവാരത്തിലുള്ള നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത് ഹജ്ജ് നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും തീർത്ഥാടകർക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും സഹായിക്കും. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. തരിശ് സ്വദേശി ചിറ്റങ്ങോടൻ ജംഷീറാണ് മരിച്ചത്. ടാപ്പിംഗിനിടയിലല്ല കാട്ടാന ആക്രമിച്ചതെന്നും സംഭവത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും വനം വകുപ്പ് അറിയിച്ചു. ഇന്നു പുലർച്ചെ കരുവാരക്കുണ്ടിനടുത്ത് മണലിയം പാടത്ത് വെച്ചാണ് യുവാവിനെ കാട്ടാന ആക്രമിച്ചത്.
ഗുരുതരമായി പരിക്കേറ്റ ചിറ്റങ്ങോടൻ ജംഷീറിനെ നാട്ടുകാർ കരുവാരക്കുണ്ട് ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റബ്ബർ ടാപ്പിങ്ങിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്നും ജംഷീർ തന്നെയാണ് സുഹൃത്തുക്കളെ ഫോണിലൂടെ വിവരമറിയിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. ക്യാപ്റ്റനിൽ പോയപ്പോൾ ആന ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഈ മരിച്ച വ്യക്തി തന്നെയാണ് ഫോൺ വിളിച്ചാണ്ട് നാട്ടിലേക്ക് വിവരം അറിയിച്ചിട്ടാണ് വണ്ടി ഇവിടുന്ന് ചെന്ന് വണ്ടിയിൽ തന്നെയാണ് അവനെ കൊണ്ടുവരുന്നത്. എന്നാൽ അപകടത്തെക്കുറിച്ച് വനംവകുപ്പ് സംശയത്തിലാണ്. ടാപ്പിങ്ങിനിടയിൽ അല്ല കാട്ടാന ആക്രമണം ഉണ്ടായതെന്ന് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ പറഞ്ഞു. എന്തായാലും ആനയുടെ ആക്രമണം നടന്ന ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ പോയി ഇത് കഴിഞ്ഞാൽ എസ്റ്റേറ്റ് അതിൻ്റെ പാടുകളോ ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജീപ്പിൽ വന്ന ആളുകൾ അയാൾ എടുത്തൊരു സ്പോട്ടാണ് പറയുന്നുള്ളൂ. മറ്റേ കൂടെ 2 പേരുണ്ടായിരുന്നു, അവരിപ്പോൾ മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഇവർ പറയുന്ന ഏരിയയിൽ അദ്ദേഹം റബ്ബർ ടാപ്പ് ചെയ്യുന്നില്ല. എന്നാൽ കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് സംശയം പ്രകടിപ്പിച്ചതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ആശുപത്രിയിലെത്തിയ DFOക്കെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അമൃത ന്യൂസ്, മലപ്പുറം. കണ്ണൂരിൽ മസ്ജിദിനകത്ത് മൂർഖൻ. താവക്കരയിലെ അഹമ്മദിയ പള്ളിയിലാണ് മൂർഖൻ കയറിയത്. അംഗശുദ്ധി വരുത്താൻ സൗകര്യമൊരുക്കിയ സ്ഥലത്താണ് പാമ്പെത്തിയത്. റെസ്ക്യൂവർ എത്തി പാമ്പിനെ പിടികൂടി. ഇന്നലെയായിരുന്നു സംഭവം. പാമ്പ് കടിയേറ്റുള്ള മരണം കുറയ്ക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 136 ആശുപത്രികളിൽ ആന്റിവനം ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 18 മരണമുണ്ടായിരുന്നെന്നും വനം വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വീണ ജോർജ് ഡൽഹിയിൽ പറഞ്ഞു. കൊച്ചി അമൃത ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ പവിത്രൻ അന്തരിച്ചു. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ ശ്മശാനത്തിൽ നടത്തും. 100 കണക്കിന് സഹപ്രവർത്തകർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഡോക്ടർ കെ പവിത്രന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ആതുര സേവന രംഗത്ത് അനുകമ്പയുടെയും അറിവിന്റെയും പര്യായമായിരുന്നു അമൃത ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ പവിത്രൻ. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി അമൃത ആശുപത്രിയിലെ സേവനത്തിലൂടെ ആയിരക്കണക്കിന് രോഗികൾക്ക് ശാന്തിയും സാന്ത്വനവുമേകിയ അദ്ദേഹം 63-ാം വയസ്സിലാണ് വിട പറഞ്ഞത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഒരു ഡോക്ടർ എന്നതിലുപരി രോഗികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഉത്തമ സുഹൃത്തും മാർഗദർശിയുമായിരുന്നു ഡോക്ടർ കെ പവിത്രൻ. 2023 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജിയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മൃതദേഹം കൊച്ചി അമൃത ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ പുഷ്പചക്രം സമർപ്പിച്ചു. സഹപ്രവർത്തകരും രോഗികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ അദ്ദേഹത്തിന് യാത്രാമൊഴിയേകി. ഡോക്ടർ പവിത്രന്റെ വിയോഗം വൈദ്യശാസ്ത്ര ലോകത്തിന്, പ്രത്യേകിച്ച് അമൃത ആശുപത്രിക്ക് നികത്താനാവാത്ത നഷ്ടമാണ്. ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് രോഗികൾക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോക്ടർ പവിത്രൻ ഇവിടെയുള്ള ഏറ്റവും സീനിയർ ആൾക്കാർ മുതൽ ഏറ്റവും ജൂനിയർ ആൾക്കാർ വരെ എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറിയിരുന്ന ഒരു ഡോക്ടറാണ്. രോഗികൾക്കെല്ലാം അദ്ദേഹത്തെ കാണുന്നത് പോലും വളരെ ആശ്വാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് അമൃത ആശുപത്രിക്കും ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന എല്ലാ രോഗികൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അമൃത ആശുപത്രിയിലെ പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ സീതാലക്ഷ്മിയാണ് ഭാര്യ. ഡോക്ടർ ശ്രുതി, സാന്ദ്ര എന്നിവർ മക്കളാണ്. ഡോക്ടർ വിഷ്ണു വാഴൂരാണ് മരുമകൻ. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ ശ്മശാനത്തിൽ നടത്തും. അമൃത ന്യൂസ്, കൊച്ചി.
യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. ആദ്യപാദ സെമിയിൽ ചാമ്പ്യന്മാരായ PSG ജർമ്മൻ ബയൺ മ്യൂണിക്കിനെ നേരിടും. രാത്രി 12:30 മുതലാണ് മത്സരം. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ലിവർപൂളിനെ ക്വാർട്ടറിൽ വീഴ്ത്തിയാണ് PSG സെമിയിലെത്തിയത്. റയൽ മാഡ്രിഡിനെ ക്വാർട്ടറിൽ തകർത്തതിന്റെ ആവേശത്തിലാണ് ബയൺ കളിക്കാനിറങ്ങുന്നത്. നാളെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ആഴ്സണലിനെ നേരിടും. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.